ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹാനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ സന്തോഷമായിരിക്കുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് ഗുജറാത്തിലെ ഭുജിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസി സന്തോഷമായിരിക്കുന്നുവോ? അതെ, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് വിടുവിച്ചതായ വിടുതലുകളൊക്കെ നമുക്ക് കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേൾവിക്കാർക്ക് ഓരോരുത്തരും വളരെയധികം ആത്മീകമായ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം വിടുവിച്ച വലിയ വിടുതലുണ്ട്. അത് നിങ്ങൾ ആദ്യോടന്തം ശ്രദ്ധിച്ചാൽ നമ്മുടെ കർത്താവ് ആരാണെന്ന്, കർത്താവിൻ്റെ മഹത്വം നമുക്ക് സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. അതിനായി പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ പുണ്യപാദപീഠത്തിൽ കർത്താവേ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ വലിയ ശക്തിയേനയ്ക്കുള്ള ഞങ്ങളെ അല്പസമയം ഇരുത്തണമേ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങ് വിടുവിച്ച വിടുതലുകളും അങ്ങയുടെ സാന്നിധ്യം അറിഞ്ഞ അവസ്ഥകളുമൊക്കെയും പ്രസ്താവിപ്പാൻ നിന്റെ ദാസ്യ ദൈവം സഹായിക്കണമേ. കേൾക്കുന്ന ജനത്തിനൊരു വലിയ വിടുതലായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസിയെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് നമ്മുടെ കേൾവിക്കാരുടെ അറിവിന് വേണ്ടി ദേവദാസി എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. പ്രൈസ് ലോർഡ്. ആദ്യമായിട്ട് എന്നെ ഈ ജോയ്സ് ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ചതായ പ്രിയ ദേവദാസി റൈച്ചലിനോടും ഈ ജോയ്സ് ടി വിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എൻ്റെ പേര് ഗ്രേസി ബാബു എന്നാണ്. ഞാൻ ഗുജറാത്തിൽ കച്ച് ജില്ലയിൽ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവകൃപയാൽ ഞങ്ങൾ 2001 മുതൽ ഈ സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ ഭർത്താവ് പാസ്റ്റർ കെ ബാബു. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത മകൻ ഡേവിഡ്സൺ ബാബു, രണ്ടാമത്തെ മകൻ ടെനിസൺ ബാബു. ഞങ്ങൾ 2001 ഞങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു. അതിനു മുമ്പേ എൻ്റെ ഭർത്താവ് 84, 86 ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 92-ലാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ തുടരുന്നത്. അപ്പോൾ ഭുജിൽ നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കർത്താവിൻ്റെ ദാസി ദേശത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ദേശത്ത് കർത്താവ് നിങ്ങൾ മുഖാന്തരം ഇടയായി തീരട്ടെ. ഓക്കെ. ദേവദാസിക്ക് ഇനിയും ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസിക്ക് ആ സമയം വിനിയോഗിക്കാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ദേവദാസി. പിന്നെ ഒരു പ്രാവശ്യം കൂടി എന്നെ കേൾക്കുന്നതായ മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഉദിമൂടെന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ബ്രദറൻ സഭയുടെ പശ്ചാത്തലത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി അവരൊക്കെയും ബ്രദറൻ ചർച്ചിൽ വേർപാട് സഭയിൽ പോകുന്ന ആ സഭയിൽ കൂടി വരുന്ന ഒരു സമയത്താണ് എൻ്റെ ജനനവും നടന്നത്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാൻ എനിക്ക് അതിനുള്ള ഭാഗ്യം എൻ്റെ ദൈവം തന്നു. എന്നാൽ അതിനുശേഷമായിട്ട് പല വിധത്തിലുള്ളതായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. ആ അനുഭവങ്ങൾ പങ്കുവെക്കുവാനാണല്ലോ ഇന്ന് ഈ സമയം ഈ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് ഈ ചാനലിൽ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്
ഞങ്ങളുടെ ജീവിത കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ പിതാവ് കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ എൻ്റെ മാതാവും കൂലിപ്പണിക്ക് പോകുമായിരുന്നു. ഞങ്ങൾ 7 മക്കളായിരുന്നു. എൻ്റെ 5 സഹോദരന്മാർ, ഞങ്ങൾ 2 സഹോദരിമാർ, ഞങ്ങളങ്ങനെ 7 മക്കളാണ് ഞങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നത്. എൻ്റെ മൂത്ത 4 സഹോദരന്മാർ 5ാമത്തെ നമ്പറായിരുന്നു എൻ്റെ. അപ്പോൾ ചെറുപ്രായം മുതലും അപ്പച്ചനും അമ്മയും, ഞാൻ എൻ്റെ പിതാവിനെ അപ്പച്ചൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പച്ചനും അമ്മയും കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ മൂത്ത 4 സഹോദരന്മാരായതിനാൽ എനിക്ക് അടുക്കള പണി അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ വളരെ ചെറുപ്രായത്തിൽ, അത് 5-6 ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയം മുതൽ തന്നെ വളരെ ജോലി കൂടുതൽ ഞാൻ ജോലി ഉണ്ടായിരുന്നു. വീട്ടിലെ പണികൾ, സ്കൂളിൽ പോകണം. അന്നത്തെ കാലത്ത് പശുവും പിന്നെ കന്നാലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ബാല്യപ്രായമായിരുന്നു എൻ്റെ. എന്നാൽ ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ, വീട്ടിലെ കഷ്ടത, അതായത് ആഹാരത്തിന് പോലും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഒത്തിരി അധികം ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 7 മക്കള്, അപ്പച്ചനും അമ്മയും ഞങ്ങൾ 9, പിന്നെ എൻ്റെ വല്യമ്മച്ചി, ഉപ്പാപ്പൻ, കൊച്ചമ്മ, അങ്ങനെ ഞങ്ങൾ 11 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. അപ്പോൾ ഈ 11 പേർക്ക് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സമയങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ഓർഫണേജിൽ കൊണ്ട് എൻ്റെ പിതാവ് വിട്ട്, എന്നെയും എൻ്റെ 3ാമത്തെ ആങ്ങളെ ഞങ്ങളെ ഒന്നിച്ചാണ്, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കരിയംപ്ലാവിൽ പാസ്റ്റർ CS മാത്യു നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓർഫണേജിലാണ് എന്നെ കൊണ്ടുവിട്ടത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വരുന്നത് അനാഥശാല എന്നാണ് അവിടെ എഴുതി വെച്ച്, മലയാളത്തിലും ഇംഗ്ലീഷിലും അനാഥശാലയല്ലേ ഓർഫണേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, പിന്നെ എന്തിനാണ് എന്നെ അനാഥശാലയിൽ കൊണ്ടുവിട്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഒന്നുകിൽ മാതാവും പിതാവും കാണത്തില്ല, ചിലർക്ക് പിതാവുണ്ടെങ്കിൽ മാതാവ് കാണില്ല, മാതാവുണ്ടെങ്കിൽ പിതാവ് കാണില്ല. പക്ഷെ എനിക്കിത് രണ്ടുമുണ്ട്, എൻ്റെ വീട്ടിൽ സഹോദരങ്ങളുണ്ട്, എന്നെ എന്തുകൊണ്ട് അവിടെ വിട്ടെന്ന് ഞാൻ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പിൻകാലങ്ങളിലാണ് എനിക്ക് എന്തിനെന്നെ അവിടെ കൊണ്ട് വിട്ടു, അല്ലെ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഞങ്ങൾ വേർപാട് സഭയിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ഒരു ചുറ്റുപാടിൽ നിന്നാണ് എന്നെ ഈ ഓർഫണേജിൽ കൊണ്ടുവിട്ടത്. അവിടെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്നെ അവിടെ കൊണ്ടുവിടുന്നത്. പിന്നെ 4, 5, 6ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പനി വന്ന്, എനിക്കതേ ഓർമ്മയുള്ളൂ. ആ പനി വന്നിട്ട് പിന്നെ എനിക്കതൊരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തിയിലേക്ക് അത് പോകുവാനിടയായി. അത് പൈശാചികമായ പോരാട്ടമാണോ, പേടി കിട്ടിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് അധികം പ്രായമില്ലല്ലോ. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഞാൻ പറയട്ടെ, എനിക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം പേടിച്ചു, വളരെയധികം ഭാരപ്പെട്ടു. കാരണം എൻ്റെ അപ്പച്ചൻ്റെ കുടുംബത്തിൽ അവർ 4 സഹോദരന്മാരും 2 സഹോദരിമാരും. അത് കഴിഞ്ഞ് എൻ്റെ അപ്പച്ചന്, അതായത് എൻ്റെ പിതാവിനും 4 ആൺമക്കൾ ജനിച്ചതിന് ശേഷം ഒത്തിരി നേർച്ച നേർന്നാണ് ഞാനുണ്ടായത്. എൻ്റെ 5ാമത്തെ നമ്പർ ആയിരുന്നു. അപ്പോൾ നേർച്ച നേർന്നൊക്കെ കിട്ടിയ ഒരു കുഞ്ഞായിരുന്നത് കൊണ്ട് എന്നെ എല്ലാവരും വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് അത് പ്രാർത്ഥിച്ചിട്ട്, അന്ന് വേർപാട് സഭയിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ലല്ലോ. അപ്പോൾ അല്ല, പെന്തക്കോസ്ത് വിശ്വാസികൾ ചെയ്യുന്ന അതേ ഒരു രീതി അവിടെ കാണാൻ അല്പം പ്രയാസമാണ്. അപ്പോൾ എന്നെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ കെട്ടിയിട്ട് കട്ടിലിൽ എന്നെ എൻ്റെ കാലും കൈയും ഒക്കെ കെട്ടിയിടേണ്ട ഒരവസ്ഥ വന്നു. കാരണം എൻ്റെ അടുത്തേക്ക് ആര് വന്നാലും ഞാൻ അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വലിയ ആൾക്കാർ വന്നാലും ഞാൻ കണ്ടമാൻ അവരെ ഉപദ്രവിക്കും, കടിച്ചു പറിക്കും. അതുപോലെ കൈകാലുകളിട്ട് ഞാൻ അവരെ ഇടിക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടുകാരെന്നെ കട്ടിലേൽ എൻ്റെ കാലും കൈയും കെട്ടിയിട്ട്
എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പെന്തക്കോസ്ത് കൂട്ടായ്മയുണ്ട്. അവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് പലരും വന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങളുടെ ഈ പെന്തക്കോസ്ത് അനുഭവം അല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ പുണ്യാളന്മാരുടെ അടുത്തൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്നെ മണർകാട്ട് പള്ളിയിൽ നേർച്ച നേർന്നാണ് ഞാൻ ഉണ്ടായതെന്നാണ് എൻ്റെ പിതാവ് പറഞ്ഞത്. ഉണ്ടായതെന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ 101 വീട് അല്ലെങ്കിൽ ഇങ്ങനെ വീടുകളൊക്കെയും പിച്ച് തേടിയിട്ട് എന്നെ മണർകാട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നത്, ആ കുളത്തിൽ മുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു, എൻ്റെ മരണം വരെ, അതായത് പിതാവിൻ്റെ അല്ല എൻ്റെ, ഞാൻ മരിക്കുന്ന സമയം വരെ ഇങ്ങനെ ഇത് തുടരുമെന്നൊക്കെ അന്ന് പിതാവ് നേർച്ച നേർന്നിരുന്നു. പിന്നീട് എനിക്ക് ഈ പെന്തക്കോസ്ത് അനുഭവമൊക്കെ ആയത് പിന്നെ ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം അതിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അങ്ങനെ പിന്നെ 6ാം ക്ലാസ്സിൽ പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞ് എന്നെ പെന്തക്കോസ്തുകാർ പല കൂട്ടരും വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാർ മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഒരു ദിനത്തിൽ എനിക്ക് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെന്നാണ് ഞാൻ അത് ഇന്നും വിശ്വസിക്കുന്നത്. അല്ലാതെ അവർ മറ്റുള്ള ഈ സമുദായ പുണ്യാളന്മാരുടെ അടുത്ത് പോയത് കൊണ്ടോ മന്ത്രതന്ത്രം ചെയ്തത് കൊണ്ടാണോ എനിക്ക് സൗഖ്യം വന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അനേക ദൈവമക്കളെ പെന്തക്കോസ്ത് ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെയാണ് വിടുതൽ ലഭിച്ചതെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ടാണ് അനാഥശാലയിൽ കൊണ്ട് വിട്ടെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നെന്ന്. ഞാൻ അനാഥശാലയിൽ പോയത് കൊണ്ടാണ് എനിക്ക് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ എനിക്ക് മുഖാന്തരമായത്. അവിടെ നിന്നുള്ളത് അത് ആ പാസ്റ്റർ CS മാത്യു അപ്പച്ചൻ അവരുകളൊക്കെയും അവർ നല്ല ശിക്ഷണത്തിലൂടെയാണ് ഞങ്ങളെ അവിടെ വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്ത് അനുഭവം വരുന്നത്. പിന്നെ ഞാൻ ഈ 6ാം ക്ലാസ്സിൽ വന്ന് എനിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെ അങ്ങോട്ട് വിട്ടില്ല. അങ്ങനെ 7ാം ക്ലാസ് മുതൽ വീണ്ടും ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് പൊടിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മാമ്മയുടെ ഭവനത്തിൽ അന്ന് പെന്തക്കോസ്ത് ആരാധന ഉണ്ടായിരുന്നു. ഒരു വീട്ടിലാണ്, വളരെ കുറച്ച് ആ അമ്മാമ്മയും കുടുംബവും പിന്നെ ചിലരൊക്കെ. അപ്പം ഞങ്ങൾ ആ ആരാധനയ്ക്ക് ഞങ്ങൾ പോകും. അവിടെ കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ എൻ്റെ പിതാവിനും എൻ്റെ വീട്ടുകാർക്ക് അത്, പ്രത്യേകിച്ച് വല്യമ്മച്ചിക്കും പിതാവിനും ഒട്ടും ഇഷ്ടമല്ല. കാരണം അവർ പറയുന്നത് നമ്മൾ വേർപാട് സഭക്കാരല്ലേ, പിന്നെന്തിനാണ് അവിടെ പോകുന്നതെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ വേറെ എൻ്റെ ചില കൂട്ടുകാരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോകും. ആ കൂട്ടായ്മയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞ്, നിങ്ങൾ സൺഡേ സ്കൂളിന് നിങ്ങൾ താഴത്തെ, അതായത് വേർപാട് സഭയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, രാവിലെ ഞങ്ങൾ വേർപാട് സഭയിൽ ഞങ്ങളുടെ സെയിം ഏജുകാരായ കുറേ കുട്ടികളുണ്ട്, ഞങ്ങളെല്ലാം ഒന്നിച്ച് അവിടെ പോകും. ആരാധനയ്ക്ക് ഞങ്ങൾ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകും. അങ്ങനെ പോയിപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയുമാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ബ്രദറൻ സഭയുടെ ആ ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ പിന്നെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവകൃപയാൽ പിന്നെ എൻ്റെ സഹോദരന്മാർ, എൻ്റെ മാതാപിതാക്കളും പിന്നെ പെന്തക്കോസ്തിൽ വന്നു. എൻ്റെ അമ്മയാണെങ്കിൽ ബ്രദറനിലും പോകത്തില്ല, പെന്തക്കോസ്തിലും പോകത്തില്ല, എങ്ങും പോകാത്തൊരു സ്വഭാവമായിരുന്നു. എന്നാൽ ഞങ്ങൾ പോയി കഴിഞ്ഞ് പിന്നീട് അമ്മയും സഭയിൽ വരാൻ തുടങ്ങി, ആരാധനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. എൻ്റെ പിതാവ് വന്ന് ആ ബ്രദറൻ ചർച്ച് എന്നുള്ള ആ സ്പിരിറ്റ് വിട്ട് എൻ്റെ പിതാവും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന് പിന്നെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചി പറഞ്ഞു, അതായത് വല്യപ്പച്ചനെ ഈ ബ്രദറൻ ചർച്ചിലെ അവിടുത്തെ ഒരു സ്കൂളിലെ ഒരു സാറായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അപ്പച്ചൻ ഇങ്ങനെ ബ്രദറൻ സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമായിരുന്നു വല്യപ്പച്ചൻ. അപ്പോൾ അമ്മച്ചി പറയുന്നത്, വല്യപ്പച്ചനെ എവിടെ കുഴിച്ചിട്ടോ അവിടെ എന്നെയും കുഴിച്ചിടണമെന്ന് പറഞ്ഞ വല്യമ്മച്ചി ഈ പെന്തക്കോസ്തിലേക്ക് വരത്തില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മച്ചി മരിക്കുന്ന സമയത്തൊക്കെ അമ്മച്ചി പെന്തക്കോസ്തിൽ വരാൻ തുടങ്ങി, സഭയിൽ വരാൻ തുടങ്ങി. പെന്തക്കോസ്ത് അനുഭവത്തിലാണ്, പെന്തക്കോസ്തുകാർ വന്നാണ് അമ്മച്ചിയെ അടക്കം ചെയ്തത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഈ വേർപാട് സഭയുടെ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നതെങ്കിലും പ്രാർത്ഥനയിൽ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അടുത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ പാസ്റ്റർമാർ, പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർമാർ വരുമ്പോൾ അമ്മച്ചി വിളിച്ച്
എപ്പോഴും ആര് വന്നാലും ആ പാസ്റ്റർമാരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കും. ഈവന് ഈ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു പശുവിന് എന്തോ ഒരു അസുഖം വന്നപ്പോൾ പോലും അമ്മച്ചി അതിലെ വന്ന് ശമുവേലെന്ന് പറഞ്ഞ ഒരു പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് അപ്പൊ ആ പശു സുഖമായെന്നുള്ളതാ. അപ്പൊ അങ്ങനെയൊക്കെ അമ്മച്ചിക്ക് ഈ പെന്തക്കോസ്തുകാരോടും പ്രാർത്ഥനയോടും ഇഷ്ടം. പക്ഷെ ഈ വേർപാട് അല്ലെ ബ്രദറൻ ചർച്ചിന്റെ ആ ഒരു പാരമ്പര്യം ഇങ്ങനെ അമ്മച്ചി പുറകോട്ട് വലിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ നിന്നും പിന്നെ കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും പെന്തക്കോസ്ത് സഭയിൽ പോകുവാൻ തുടങ്ങി. എന്നാൽ ആരംഭ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ആ സഭയിലൊക്കെ പോകുവാൻ സഹോദരന്മാരാരുമില്ല. ഞങ്ങൾ കുറേ ഞാൻ എൻ്റെ അനിയത്തി, ഞങ്ങളുടെ സമപ്രായക്കാരായ വേറെ ചില സഹോദരിമാർ, കുട്ടികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളെല്ലാവരും കൂടെയായിരുന്നു ആ സഭയിൽ പോകുന്നത്. അന്നൊക്കെ ഞങ്ങൾ രാത്രിയിലൊക്കെയും ഇന്നത്തെ പോലെ ലൈറ്റും വെട്ടവും ഒന്നും ഇല്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് കിലോമീറ്ററൊക്കെ നടന്ന് ഞങ്ങൾ രാത്രി കൂട്ടായ്മകൾക്കൊക്കെ പോവും. ഒന്നീ പെട്രോൾ മാക്സ് കയ്യിലെടുക്കും, അല്ലെങ്കിൽ ചൂട്ടുകറ്റ ഇങ്ങനെ കെട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ആ കാലത്തൊക്കെ ഞങ്ങൾ പോകുന്നത്, അങ്ങനെ പോയിട്ടുള്ളത്. ആ അനുഭവങ്ങളൊക്കെയും പിന്നീടുള്ളതായ പ്രായമാകും തോറും അല്ലെ കുടുംബജീവിതത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങളായി ആ സമയത്തൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ, കർത്താവിൻ്റെ വേലയിലായി കഴിഞ്ഞിട്ടും പല പ്രതികൂലങ്ങൾ വരുമ്പോഴെല്ലാം ചെറുപ്പകാലങ്ങളുള്ളതായ ആ വചനം അല്ലെങ്കിൽ ദൈവദാസന്മാർ പഠിപ്പിച്ചിട്ടുള്ള വചനം യൂത്ത് മീറ്റിങ്ങിൽ, PYP മീറ്റിങ്ങിലൊക്കെയും കടന്നു പോയിട്ട് അവിടെയൊക്കെയും നടത്തിയിട്ടുള്ളതായ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഇന്ന് നിലനിർത്തുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അന്ന് അതിൻ്റെ ഒന്നും ഇത്രയൊന്നും ചെറുപ്പമായിരുന്നുകൊണ്ട് ഇത്രയൊന്നും മഹാത്മ്യം അറിയത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളെക്കുറിച്ച് ഓർക്കും. പലർക്കും ചെറുപ്പകാലങ്ങളിൽ കർത്താവിനെ അറിയുവാനോ വേണ്ട വിധത്തിൽ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ദൈവകൃപയാൽ ദൈവം എന്നെ സ്നേഹിച്ചതിനാൽ ചെറുപ്രായം മുതലേ എൻ്റെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി തരുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അവിടെ നിന്ന് ഞാൻ പിന്നെ ഞങ്ങൾ റാന്നി MS സ്കൂളിലാണ് ഞാൻ പിന്നെ 8, 9, 10 പഠിച്ചത്. ആ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ 11, 12 പത്തനംതിട്ട പഠിച്ചു. പിന്നെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഞാൻ 1-2 വർഷമൊക്കെ ജോലി ചെയ്തു. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിയുന്നത് നേഴ്സിങ്ങിനോടുള്ള ജോലിയോടനുബന്ധിച്ചാണ്. ഞാൻ പിന്നെ 88 ഞാൻ ഡൽഹിയിലേക്ക് കടന്നുപോയി. അവിടെ 3-4 വർഷം ജോലി ചെയ്തിട്ട് 91 ഡിസംബർ 19 എൻ്റെ വിവാഹം നടന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡൽഹി പോൾ പിള്ളയങ്കളിൻ്റെ സഭയിലായിരുന്നു ഞാൻ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഭർത്താവ് ഗ്രേസ് ബൈബിൾ കോളേജിൽ ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ തന്നെ പഠിപ്പിക്കുന്ന പാസ്റ്റർ ജോഷുവ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു സാറുണ്ടായിരുന്നു. ഇന്ന് ആ സാറ് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ദേവദാസൻ്റെ കൂടെ ഞങ്ങൾ ഡൽഹിയിൽ V20 ചർച്ചിൽ, ഞങ്ങൾ ഹിന്ദി ചർച്ചിൽ, അവിടെ മലയാളം സർവീസുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിന്ദി സർവീസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പാസ്റ്റർ ജോഷുവ ഗോപാലകൃഷ്ണൻ്റെ സഭയിൽ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ഭർത്താവ് അവിടെ പ്രവർത്തിച്ചു. അപ്പം വിവാഹത്തിന് മുമ്പേ ജോഷുവ സാറിൻ്റെ കൂടെയായിരുന്നു താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വിവാഹത്തിന് ശേഷവും ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിലും ഞങ്ങൾ ഡൽഹിയുടെ പല ഭാഗങ്ങളെ, ലക്ഷ്മി നഗർ, ശക്കർപൂർ, നെഹ്റു പ്ലേസ്, ഇവിടെയൊക്കെ ഞങ്ങൾ പലപ്പോഴും ഈ സ്ലമ്മിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷകരമായ സമയങ്ങളായിരുന്നു. ജോഷുവ സാറിനാണെന്ന് പറഞ്ഞാലും പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പോയി ഓർഫണേജ് മീറ്റിംഗ്, വെളിയിൽ പരസ്യയോഗം നടത്തുക, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ളതായ ഇൻട്രസ്റ്റ് ഉള്ള ഒരു നല്ല ദേവദാസനായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് മ്യൂസിക് ടച്ചുള്ള ഒരാളാണ്. അപ്പോൾ കീബോർഡ് വായിക്കുമായിരുന്നു, പിന്നെ ഹാർമോണിയം, അതുപോലെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്നത് കൊണ്ട് ജോഷുവ സാറ് എൻ്റെ ഭർത്താവിനെ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അവർ പരസ്യത്തിനൊക്കെ പോകുമ്പോൾ ഈ അക്കോർഡിയം വായിക്കുന്നത് എൻ്റെ ഭർത്താവായിരുന്നു.
ഇപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ പല പ്രാവശ്യം ഞങ്ങൾ ഈ സ്ലമ്മിലൊക്കെ പോയി ഞങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, ജോഷ സാറിൻ്റെ കൂട്ടത്തിൽ നിന്ന്. അതൊക്കെയും ഒത്തിരി നല്ല അനുഭവങ്ങളായിട്ട് എനിക്ക് ഇന്നും തോന്നുകയാണ്. അതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെയും വന്നപ്പോൾ പാസ്റ്റർ ജോഷുവ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ വൈഫ് ഷൈല ജോഷുവ അമ്മയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചു പോകാവുന്നതായ, ഞങ്ങൾ മാനസികമായി തകർന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളെ ഒരു സ്വന്തം ആത്മീയ കുഞ്ഞുങ്ങളെ പോലെ ഒരു സഹോദരൻ സഹോദരി എന്ന നിലയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലുകളും തന്ന ഒരു കുടുംബമാണ് ജോഷുവ സാറിൻ്റെ കുടുംബം. ഞാൻ ഈ സമയം ആ സാർ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല എങ്കിലും ഞാൻ ആ സാറിനെ ഞാൻ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ വേലയിൽ അതിനുശേഷം ഞങ്ങൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന, പല അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വളർത്തിയെടുത്ത ഒരു നല്ല കുടുംബമാണ് ജോഷുവ സാറും കുടുംബവും. അതിനുശേഷം ഞങ്ങൾ 91 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 94 ഞങ്ങൾ പിന്നെ അവിടെ നിന്നും ഞങ്ങൾ ഈ ഗുജറാത്തിൽ ഗാന്ധിധാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ അവിടെ ഒരു സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു. 1 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം ഞങ്ങളെ പിന്നെ ഗാന്ധിധാമിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോകുന്ന റൂട്ടിൽ ദ്രങ്കത്ര എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു വില്ലേജാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആർമി ഉള്ളത് കൊണ്ട് ആ ആർമിയുടെ ഒരു പച്ചയേ ഉള്ളൂ. ദ്രങ്കത്ര എന്നൊന്നും പറഞ്ഞാൽ ഈ ഗുജറാത്തിലുള്ളവർക്ക് പോലും മനസ്സിലാകത്തില്ല. എന്നാൽ ഞങ്ങൾ അവിടെ പോയി അവിടെ ഒരു ക്രിസ്തീയ പ്രവർത്തനങ്ങളൊന്നുമില്ല. അവിടെ ഒരു ആർമി സ്റ്റേഷനുണ്ട്. അപ്പോൾ ഈ ആർമി സ്റ്റേഷനകത്ത് ഒരു ചർച്ചുണ്ട്, കാത്തലിക് ചർച്ച്. അപ്പം സിവിലിയൻസിന് അവിടെ പോകാൻ പറ്റത്തില്ല. അവർ എല്ലാ വർഷവും ക്രിസ്തുമസിന് സമയത്ത് സിവിലിയൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകും. അങ്ങനെ ഒരു സഭയും മറ്റു പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വിശ്വാസിയായിട്ടുള്ളതായ ഒരു ആളെ കിട്ടുന്നത്. അതിനു മുൻപ് അവിടെ ഞങ്ങൾ ഒരു തെലുങ്ക് ഫാമിലി ഉണ്ടായിരുന്ന അനന്തമെന്ന് പറയുന്ന, അവർ തെലുങ്കരാണ്, അവർ ആന്ധ്രയിലെ ക്രിസ്ത്യൻസ് ആണ്. അപ്പം ഞങ്ങൾ ആരാധന തുടങ്ങിയ സമയത്തൊക്കെയും അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുമായിരുന്നു. പിന്നെ ഒരു മലയാളി ആർമി തന്നെയുള്ള ഒരു ചാക്കോ എന്ന് പറഞ്ഞ ചാക്കോ സാറ് ഞങ്ങളോട് ചേർന്നു ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. അതിനുശേഷമായിട്ട് ആർമിയിൽ നിന്ന് ചില മലയാളി സഹോദരന്മാർ, തെലുങ്കര്, തമിഴര്, അങ്ങനെ ചില സഹോദരന്മാർ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ സുവിശേഷം പറഞ്ഞ ഉമയെന്ന് പറയുന്ന ഒരു കർണാടക ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരും ആർമിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു, അവരുടെ ഹസ്ബൻഡ്. അപ്പോൾ ആ സഹോദരിയും ഞാനും മിക്ക ദിവസങ്ങളിലും ആർമി ക്വാർട്ടേഴ്സിൽ പോകും. ആർമി ക്വാർട്ടേഴ്സിൽ പോയി ഇങ്ങനെ ചോദിക്കും, ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പല ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളവിടെ ചെറിയൊരു കൂട്ടായ്മയൊക്കെ തുടങ്ങി. അപ്പോൾ പലരിങ്ങനെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും കൂടെ വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഞങ്ങൾ ഹോൾ നൈറ്റ് പ്രയറൊക്കെയും വയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ ആർമിയിലുള്ള സഹോദരന്മാരൊക്കെയും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു പരിമിതികളുണ്ടല്ലോ, അവിടെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. രാത്രിയിൽ ഇത്ര മണി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ പോകാൻ പറ്റത്തില്ല. എങ്കിലും അവർ അതിൽ ചിലരൊക്കെ എങ്ങനെയൊക്കെ അവർ രാത്രി വരുമായിരുന്നു കൂട്ടായ്മയ്ക്ക്. ഞങ്ങൾ രാത്രി മുഴുവൻ സമയം വെളുപ്പിനെ വരെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ദിനങ്ങളുണ്ട്. ഒരു ചെറിയ കൂട്ടായ്മയായിരുന്നെങ്കിലും അത് വലിയ സന്തോഷകരമായിരുന്നു. അതായത് പിന്നെ വലിയൊരു കൂട്ടമല്ല, വലിയ ആൾക്കാരും ഒന്നുമില്ല, പക്ഷെങ്കിൽ നല്ല ആത്മീയ അന്തരീക്ഷമുള്ളതായ ഒരു നല്ല കൂടി വരവായിരുന്നു. അങ്ങനെ ഞങ്ങൾ 95 മുതൽ 2001 വരെ ഞങ്ങൾ ദ്രങ്കത്ര എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ച് ദൈവകൃപയാൽ എല്ലാവരും മിക്ക ആൾക്കാരും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ 2002 ഞങ്ങൾ ഈ ഭുജിലേക്ക് കടന്നു വന്ന ആ സമയത്ത് അവിടെ വേറെ ഒരു ദേവദാസൻ കടന്നുപോയി. ഇപ്പോൾ അവിടെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ബിൽഡിംഗ് ഒക്കെ വാങ്ങിച്ച് ഒരു കൂട്ടായ്മ നടത്തുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്നത് 2002. ഒരു മിനിറ്റ്, പ്രത്യേകമാകുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള പ്രത്യേക എന്തെങ്കിലും ദൈവിക അങ്ങനെയുള്ള അനുഭവങ്ങൾ വല്ലതും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്.
ആ, അതായത് ഞാൻ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അവിടെ ആ, പിന്നെ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ ആഭരണമിടാത്ത ആ, സഹോദരിമാരെ അവർ വിധവമാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ എങ്ങും ഇങ്ങനെയുള്ള ആഭരണമിടാത്ത ആരുമില്ല. ഞങ്ങളവിടെ കനകത്രി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഒരു വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അത് ജോയിന്റ് ഫാമിലി ആയിട്ട് ചേട്ടൻ്റെ അനിയൻ്റെയും വീടാണ്. ഞങ്ങൾ അനിയൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ ഒരു ചേട്ടനും അപ്പോൾ ഇയാളോട് ആരൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ പിന്നെ വീട് ചർച്ച ആണോ സഭയാക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് അതൊരു ഇഷ്ടക്കേട് പോലെ. അതിനേക്കാൾ ഉപരിയായിട്ട് അയാളുടെ ഭാര്യ, അതായത് ചേട്ടന്റെ ഭാര്യ എന്നെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. മറ്റൊന്നുമല്ല, ഇവരെ എന്തിനാണ് ഇവിടെ താമസിപ്പിക്കുന്നത്, ഇവര് വിധവയെ പോലിരിക്കുന്നല്ലോ എന്നും പറഞ്ഞ് ഇവര് ഈ അനിയത്തിയോടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇവരെ ഇവിടുന്ന് കാലിയാക്കണമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്കെന്നല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സങ്കടം ഉണ്ടായി. അത് ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ആഭരണം ഇടുന്നില്ല. ഒറ്റ ഒരു കാരണം, എൻ്റെ ഭർത്താവും ഞാനും അന്ന് ഞങ്ങളുടെ മൂത്ത മോനുണ്ട്, ഞങ്ങൾ ഒന്നിച്ചു പോവുകയും വരികയും ചെയ്തിട്ടും ഇവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവര് പറഞ്ഞു പിന്നെ ഇവരെ കാലിയാക്കണം എന്ന് പറഞ്ഞ് ചേട്ടനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഇവിടുത്തെ ഇതുപോലെ ഞങ്ങളുടെ ചേട്ടനും ചേട്ടത്തെയും ശല്യം ചെയ്യുവാണ്, അതുകൊണ്ട് നിങ്ങൾ കാലിയാക്കണം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കാലിയാക്കാൻ വേറെ വീട് കിട്ടണമല്ലോ. അപ്പം ഞങ്ങൾ പലയിടത്തും വീട് തിരക്കിയിട്ടെങ്ങും ഞങ്ങൾക്ക് വീട് ലഭിക്കുന്നില്ല. ഒടുവിൽ അവിടെ അംബേദ്കർ നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അത് ബാക്ക്വേർഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെയിട്ടങ്ങും ആരും പോകത്തില്ല, കാരണം എല്ലാം തല്ലും കൊല്ലും ഇങ്ങനെ വഴക്കും ചാരായം ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ഏരിയയാണ്. അപ്പോൾ ആരും ആ ഏരിയയിലേക്ക് പോകത്തില്ല. എൻ്റെ ഭർത്താവ് അവിടെ ചെന്ന് വീട് തിരക്കിയപ്പോൾ അവിടെ ഒരു വീട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ആൾക്കാർ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. എങ്ങനെ അങ്ങോട്ട് പോകും, നമുക്ക് ശരിക്കും ഗുജറാത്തി അറിഞ്ഞുകൂടാ, പിന്നെ പൊതുവെ കേട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് പോകാനും മനസ്സില്ല. എന്തായാലും ഞങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ഞങ്ങൾ ആ അംബേദ്കർ നഗർ ആ കോളനിയിൽ പോയി വീടെടുത്ത് ദേവദാസി ഞാൻ വളരെ സന്തോഷത്തോട് പറയുകയാണ്, കൊല്ലും തിന്നും എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ വളരെ മാന്യതയോടെ ഞങ്ങൾ 5 വർഷം ആ ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ച് ആ 5 വർഷം ഈ 5 വർഷവും ഞങ്ങളെ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളുടെ അടുത്ത് വരികയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവരാരും ക്രിസ്ത്യൻസ് അല്ല, അവർ ഹിന്ദുക്കളാണ്. എന്നാൽ ഞാൻ അവിടെ ചെന്ന ആ ഇടയ്ക്കൊക്കെ എൻ്റെ ഭർത്താവ് അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. ഒത്തിരി കുട്ടികൾ വരുമായിരുന്നു. അപ്പം ഒരു ഹോളും ഒരു മുറി, ഒരു ഹോള്, ഒരു അടുക്കള, അങ്ങനെയുള്ള ഒരു വീടാണ്. അപ്പൊ ആ ഹോളിനകത്ത് മിക്കവാറും നിറച്ചും കുട്ടികൾ കാണും. പിന്നെ ഈ കുട്ടികൾ വരാൻ തുടങ്ങി. നമ്മൾ ദൈവവചനമൊക്കെ പറഞ്ഞ് ആദ്യം ദൈവവചനം പറയുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ വിഗ്രഹാരാധനയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. വളരെ അവർക്ക് ഒട്ടും ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. പിന്നെ അങ്ങനെയായി കുറെ പിന്നെ ആ പിള്ളേരൊക്കെ ഇങ്ങനെ വരാതെയായെങ്കിലും അവർക്ക് നമ്മളോട് ഒരു വിരോധമോ ഒന്നുമില്ല. ഒരു പ്രാവശ്യം ഞങ്ങളാ താമസിക്കുന്ന വീട് അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ ഒരു വ്യക്തി പറഞ്ഞു ഇവരെ കാലിയാക്കുവാണ്. ഞങ്ങൾ അന്ന് 1000 രൂപയോ മറ്റോ ആണ് കൊടുക്കുന്നത്. 5000 ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. അപ്പം പറഞ്ഞു ഞാൻ ഇതിലും പൈസ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാതാമാലിക്ക് പറഞ്ഞു, വേണ്ട, നിങ്ങൾ എത്ര തന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവര് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ മതി, ഇവരെ പോലെ നല്ല ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടത്തില്ലെന്ന്. ഒരു പ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്നതിന് മുമ്പാണ് ആ ഏരിയയിൽ തന്നെ ഒരു ST ബസ് അവിടെ ഉള്ള പിള്ളേരെല്ലാവരും കൂടെ കത്തിച്ചു കളഞ്ഞു. അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ അംബേദ്കർ കോളനി എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടങ്ങും ആരും പോകത്തില്ല.
ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് പ്രകാശിപ്പിച്ചത് കൊണ്ട് അവർക്കത് അത് പ്രകടിപ്പിച്ചു കൊടുത്തതിനാൽ ദൈവകൃപയാൽ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മുൻപിൽ നമ്മൾ 5 വർഷക്കാലം അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ അവിടുത്തെ ഒരു അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇപ്പോഴവിടെ പിന്നെ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. പിന്നെ ഇതുപോലെ ആഭരണ വിട പെന്തക്കോസ്തുകാരൊക്കെ ചെല്ലുന്നത് കൊണ്ട് ഞങ്ങൾ അന്ന് ചെല്ലുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു വിഷയമായിരുന്നു, മാലയും കമ്മലും വിടത്തില്ല എന്നുള്ളത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഭുജിൽ കടന്നു വന്ന് 2001 ജാനുവരി 26 ഈ ലോകത്തെ ഞെട്ടിച്ചതായ ഭൂകമ്പം ഉണ്ടായത്. ആ ഭൂകമ്പം ഉണ്ടായി ഈ ഭുജ് മൊത്തം നശിച്ച ഒരു സ്ഥലമാണ്. ഈ കച്ചിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ, മരണം ഒക്കെ സംഭവിച്ച ഒരു സ്ഥലമാണ് ഈ ഭുജ് എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ 2001 ഭൂകമ്പം ഉണ്ടാകുന്ന 2002 മെയ് 23 ഞങ്ങൾ ഈ ഭുജിൽ വരുന്നത്. ഈ ഭുജിൽ വന്നതിന് ശേഷമായിട്ടും കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ ഒരു സഭയുമായിട്ട് ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. ആ സഭയിൽ പ്രവർത്തിച്ച് ഞങ്ങൾ 2007 ആയപ്പോഴത്തേന് ഇതിനിടയിൽ പല പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ആദ്യം മൂത്ത മോനെ പഠിപ്പിക്കണം, പിന്നെ രണ്ടാമതൊരു കുഞ്ഞുണ്ടായി. രണ്ടാമത്തെ മോനുണ്ടായത് ഞങ്ങൾ ദ്രങ്കത്രയിലായിരുന്നു. പിന്നെ 1999 രണ്ടാമത്തെ മോനുണ്ടാകുന്നത്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഭുജിൽ വന്നതിന് ശേഷം പല എതിർപ്പുകൾ, പല പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ സഭയ്ക്കകത്തും പുറത്തും എല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ എല്ലാം ദൈവം ഞങ്ങളെ നിലനിർത്തി. കർത്താവിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഞങ്ങൾ 2007 ആയപ്പോൾ ഞങ്ങള് ആ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ വല്ലതും ഉണ്ടോ? കർത്താവ് പോറ്റി പുലർത്തി എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ പറയാം. പോറ്റി പുലർത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അന്ന് സാമ്പത്തികമായ ഞെരുക്കം വളരെയായിരുന്നു, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിനെ പഠിപ്പിക്കാൻ മൂത്ത മോൻ പഠിക്കുന്നത് ഇവിടെ ഒരു കാത്തലിക് സ്കൂളിലാണ്. അവിടെ ഫീസ് അടയ്ക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലും ഓരോ ടൈം ആകുമ്പോൾ കുഞ്ഞിന് ഫീസ് അടയ്ക്കുവാൻ നിവൃത്തിയില്ല. അപ്പോൾ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെയൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ സമയം കഴിയുമ്പോൾ അവർ എഴുന്നേൽപ്പിച്ച് നിർത്തും, അല്ലെങ്കിൽ പേര് വിളിച്ച് ഓഫീസിൻ്റെ അവിടെ കൊണ്ട് നിർത്തും. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ട് കുഞ്ഞിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണെങ്കിൽ ഈ കുഞ്ഞിന്, ഞങ്ങളുടെ മൂത്ത മോന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ വളരെ വിഷമിച്ചു. അപ്പോൾ ഈ സഭയിൽ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പം ടൈറ്റ് ഒക്കെ അത് പിന്നെ കേന്ദ്രത്തിലേക്ക് പോകും. സ്തോത്ര കാഴ്ചയാണ് ദൈവദാസനുള്ളത്. അപ്പം അങ്ങനെ അത് നമുക്ക് തികയാതെ വരും പലപ്പോഴും. അങ്ങനെ ഒരു പ്രാവശ്യം കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അതിൻ്റെ ടൈമും കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞ് വന്ന് പറയുമ്പോൾ ഫീസ് കൊടുക്കണേ, എന്നെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തും, ഓഫീസിൻ്റെ അവിടെ കൊണ്ട് നിർത്തും, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സൺഡേയിൽ ആരാധന കഴിഞ്ഞ് എല്ലാവരും പോയി. ആ സമയത്ത് ഒരു നേപ്പാളി സഹോദരനെ ഈ ചർച്ച് തിരക്കി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അയാൾ പോകാൻ നേരം ഒരു കവറ് നമ്മുടെ കയ്യിൽ തന്നു. അപ്പം ഞങ്ങൾ അദ്ദേഹം പോയി കഴിഞ്ഞു. ഞങ്ങൾ ആ കവർ നോക്കിയപ്പോൾ, എൻ്റെ ദേവദാസി, എൻ്റെ കുഞ്ഞിന് എത്ര ഫീസ് കൊടുക്കണോ അത്രയും പൈസ കവറിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ ആ പൈസ ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് ഫീസ് കൊടുത്തു. അതിനുശേഷമായിട്ട് കുഞ്ഞുങ്ങൾ പലപ്പോഴും പല ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിച്ചു കൊടുക്കുവാനോ സാധിപ്പിച്ചു കൊടുക്കുവാനോ കഴിയാത്ത വിധം സാമ്പത്തികമായ ഒത്തിരി ഞെരുക്കങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു കരുണയായിരിക്കാം, കുഞ്ഞുങ്ങൾ പിന്നെ ഒത്തിരി നിർബന്ധം പിടിക്കുന്ന ആ ഒരു സ്വഭാവം ഇല്ലായിരുന്നു അവർക്ക്. അതിനുശേഷമായിട്ട് അവൻ്റെ 12th പഠിത്തമൊക്കെ കഴിഞ്ഞ് അവന് പിന്നെ ഇനി 12th കഴിഞ്ഞ് എന്ത് പഠിപ്പിക്കും എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. ആ സമയത്ത് കോഴിക്കോട്ടുള്ള ഒരു ദൈവദാസന് ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കോഴിക്കോട് താമസിക്കുന്നുണ്ട്. അവർ പോകുന്ന ഒരു സഭയിലെ ദൈവദാസന് പരിചയപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഈ മൂത്ത മോന് അല്പമായിട്ട് കീബോർഡ് വായിക്കുമായിരുന്നു, പഠിച്ചിട്ടില്ല, അവനെ തന്നെ ദൈവം കൊടുത്ത ഒരു കഴിവ്.
അങ്ങനെ അത് വെച്ചുകൊണ്ട് അവന് പിന്നെ കോഴിക്കോടുള്ള ഒരു ബൈബിൾ കോളേജിൽ ഒരു വർഷം പഠിക്കാമെന്നുള്ള ഇതിൽ അവനെ അവിടെ വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന ആളിൻ്റെ പെങ്ങള് പോകുന്ന സഭയാണിത്. ആ പെങ്ങളും അളിയനും. അപ്പം ആ സഭയിൽ ചെന്നപ്പം അവിടെ ഒരു പ്രാവശ്യം ഒരു ഈ നമ്മുടെ നാട്ടിൽ ടാലന്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിന് എൻ്റെ മോൻ്റെ പേരും അവിടുത്തെ ആ ജോസഫ് എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞു കൊടുത്തു. അവൻ എന്ത് ചെയ്ത്, അവന് ഈ ഭയങ്കര നാണമായി ഇങ്ങനെ ആൾക്കാരുടെ മുൻപിലൊക്കെ പോയി പാടാനോ വായിക്കാനോ ഒക്കെ. അപ്പം അവനത് മന ചെയ്ത്, അത് നിഷേധിച്ചു. അന്നേരം ദേവദാസൻ പറഞ്ഞു, ഇല്ല മോനെ നീ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഫസ്റ്റിൽ അവൻ കയറുന്നതാ സ്റ്റേജിൽ. അവൻ അവിടെ പോയി. അവന് സെക്കൻഡോ മറ്റോ കിട്ടി. അവന് പഠിപ്പിച്ച പിള്ളേർക്കും എന്തോ പ്രൈസ് കിട്ടി. അപ്പം ഈ സ്റ്റീഫൻ ദേവസിയുടെ പെങ്ങളും അളിയനും പറഞ്ഞു, ഇവൻ എവിടുന്നാ വന്നത്, എവിടെയാ വീടെന്നൊക്കെ തിരക്കിപ്പോൾ ഇങ്ങനെ ഗുജറാത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവർ ഈ ബൈബിൾ കോളേജിൽ ഒരു വർഷത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ അവർ ചെന്നൈയിൽ ഒരു ബൈബിൾ കോളേജ് മ്യൂസിക് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് മ്യൂസിക്കുമായിട്ട് ടച്ച് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു മ്യൂസിക് കോളേജ് വിടാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പം മ്യൂസിക് കോളേജിലെ ഫീസ് ഒത്തിരി ആയിട്ട് ആദ്യം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ജോസഫ് എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ അല്ല, അവനെ വിട്, സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 12th കഴിഞ്ഞിട്ട് ഒരു വർഷം കോഴിക്കോട് ബൈബിൾ കോളേജിൽ ഒരു വർഷം. അപ്പം ഈ കോഴിക്കോട് പോയപ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന അവൻ ചോറ് കഴിക്കുന്ന അവനൊട്ടും ഇഷ്ടമില്ല. കേരളത്തിൽ ചെന്നാൽ റൊട്ടി കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇവന് ആഹാരം, പിന്നെ കാലാവസ്ഥ, ലാംഗ്വേജ്, ഇതിൻ്റെ എല്ലാം പ്രോബ്ലം ഉണ്ടായിട്ടും അവനതുകൊണ്ട് ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും അവിടെ പോയി. പിന്നെ ആ ബൈബിൾ കോളേജിലെ പഠിത്തം കഴിഞ്ഞിട്ട് അവന് ചെന്നൈയിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ വിത്ത് സ്കോളർഷിപ്പോട് കൂടി അവൻ മ്യൂസിക് കോളേജിൽ പോയി 1.5 വർഷം പഠിച്ചു. 1.5 വർഷം പഠിച്ച് കോളേജ് ഫീസ് നമ്മൾ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അക്കോമഡേഷൻ്റെയും ഫുഡിൻ്റെ പൈസ നമ്മൾ കൊടുത്ത് അങ്ങനെ അവന് സൗണ്ട് എഞ്ചിനീയറിങ് അവിടെ എടുത്ത് അവൻ നല്ല രീതിയിൽ തന്നെ അത് പാസ്സായി. അങ്ങനെ അവൻ്റെ പഠിത്തം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവന് പിന്നെ ചെന്നൈയിൽ തന്നെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ജോലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പാസ്റ്റർ ഡി മോഹൻ്റെ ചർച്ചിൽ അവന് കുറേ നാൾ അവന് അവിടെ ജോലി കിട്ടി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവന് ഖത്തറിൽ പോയി. അങ്ങനെ അവൻ്റെ ഒരു പഠിത്തവും കാര്യങ്ങൾ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോൻ പിന്നെ വേറെ ഞങ്ങൾ ഈ ഭുജിൽ തന്നെ, മൂത്ത മോൻ കാത്തോലിക് സ്കൂളിലും രണ്ടാമത്തെ മോനെ ഇവിടെ ഭൂകമ്പം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പിന്നെ മെത്തോഡിസ്റ്റുകാർ നടത്തുന്ന ഒരു സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം. ആ സ്കൂളിലാണ് കുഞ്ഞിന് അഡ്മിഷൻ കിട്ടിയത്. അവന് നഴ്സറി മുതൽ 12th വരെ ഒരു സ്കൂളിൽ തന്നെ പഠിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അത് അവിടെയും ഫീസ് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും അവർ ഞങ്ങൾക്ക് ഈ നഴ്സറി മുതൽ 12th വരെ ദൈവകൃപയാൽ ഫീസ് ഒന്നും കൊടുക്കാതെ കുഞ്ഞിന് പഠിക്കുവാൻ ദൈവം അതിനുള്ള മുഖാന്തരം ഒരുക്കി. ആ സമയത്തും 10 കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എടുക്കണം, കൊമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ, അങ്ങനെ എല്ലാം ഞങ്ങൾ ഒത്തിരി നമുക്ക് എന്തായാലും മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം നമുക്ക് എപ്പോഴും നമ്മളെ മുന്നോട്ട് വലിക്കും. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സയൻസ് എടുത്ത് അവിടെയും പ്രിൻസിപ്പാള് നമ്മളോട് കാരണം ചെയ്ത് അങ്ങനെ കുഞ്ഞിൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആയി. പിന്നെ 12th കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു അവന് BCA എടുക്കണമെന്ന്. പിന്നെ ഞങ്ങൾ അഹമ്മദാബാദ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അവന് BCAക്കുള്ള അഡ്മിഷൻ കിട്ടി. BCA കഴിഞ്ഞ് BCA പാസ്സായി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നമുക്ക് പൈസയില്ല. അപ്പം ഈ ജേവേഴ്സിലൊക്കെ പഠിച്ച സമയത്തൊക്കെ വളരെ ഓരോ ടൈം വരുമ്പോൾ ഫീസ് അടയ്ക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ വളരെ ഞെരുക്കത്തിലാണ്, കണ്ണുനീര് മാത്രമാണ്. ആ സമയത്തൊക്കെ ദൈവം ആ സമയമാകുമ്പം ദൈവം എവിടെ നിന്നെങ്കിലും നമുക്ക് അതിനുള്ള വഴി ഒരുക്കി തരും. പിന്നെ ഇവൻ എന്നോട് പറഞ്ഞു BCA കഴിഞ്ഞപ്പം പറഞ്ഞു മമ്മി എനിക്ക് മുന്നോട്ട് പഠിക്കണം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ മുന്നോട്ട് പഠിക്കാൻ പിന്നെ നമുക്ക് മോനെന്നറിയാമല്ലോ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ. നീ അന്ന് പഠിക്കുന്നെങ്കിൽ പഠിച്ചു, പക്ഷെ ഒരു കാര്യം ഉഴപ്പരുത്, നല്ല രീതിയിൽ തന്നെ പഠിക്കണം, പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുജറാത്തിൽ അഹമ്മദാബാദിനപ്പുറം ആനന്ദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അവന് പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവന് MSc IT അഡ്മിഷൻ എടുത്ത് അങ്ങനെ മാസ്റ്റേഴ്സ് അവിടെ ചെയ്ത് 2 വർഷം. എന്നാലേ ഞാൻ പറയാം, ഞാൻ ഇവനെ ഞങ്ങളുടെ മോനെ ഞങ്ങൾ ജേവിയേഴ്സിൽ അഡ്മിഷൻ എടുത്ത് BCAക്ക് വേണ്ടി
രണ്ടാമത് ഞങ്ങൾ, എൻ്റെ അനിയത്തി ഡൽഹിയിലുണ്ട്, അവളുടെ മോനും പിന്നെ ഗുജറാത്തിൽ പഠിക്കണം. അവിടെ ഭയങ്കര പൊല്യൂഷനും ഭയങ്കര ഭീടുപാടായതുകൊണ്ട് അവള് എന്നോട് ആ പിള്ളേർക്ക് ഇവിടെ വരുന്നതാണ് ഇഷ്ടം ഗുജറാത്തിൽ. അപ്പം അവൻ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അനിയത്തിയുടെ മോൻ അഡ്മിഷൻ എടുക്കാൻ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഞങ്ങൾ അഹമ്മദാബാദിൽ പോയി ഞങ്ങൾ അവിടെ പോയി. ആ കോളേജ് ക്യാമ്പസിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പേരൻസിനെ വിട്ടിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതമല്ലയോ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരുടെ ഓരോ രീതികളൊക്കെ കണ്ട് എനിക്കും ഭയങ്കര ടെൻഷന്, എൻ്റെ അനിയത്തിക്കും. ഞാൻ അന്നേരം ഓർത്തിയോ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എന്തായി തീരും എന്ന് ഞാനും എൻ്റെ അനിയത്തിയും വളരെ ഭാരപ്പെട്ടെന്നാലും ഞാൻ ആ സമയത്തെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ യോസെഫിനെ പോലെ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പോയതിനേക്കാൾ ആത്മീയ വളർച്ച ലഭിച്ച കുഞ്ഞുങ്ങളായിട്ട് അവർ അവിടെ നിന്നും പുറത്തിറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ICPF പ്രവർത്തനങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ പോകുമായിരുന്നു. എൻ്റെ മോൻ IPC ചർച്ചിൽ പോകുമായിരുന്നു, അനിയത്തിയുടെ മോൻ ചർച്ച് ബോർഡിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മുടെ കണക്കൂട്ടലുകൾ പോലെയല്ല, കണ്ണുനീർ തുകുമ്പോൾ ഒരു മനസ്സലിയുന്ന ഒരു കർത്താവ് ഉന്നതങ്ങളിൽ ജീവിക്കുന്നുവെന്ന് ഇന്നും എനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ കഴിയും. ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ പഠിത്തം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി സമയം പോകുന്നുള്ളൂ ഞാൻ പറയാൻ, 2023 നവംബർ 8 ഞങ്ങൾ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ഞാനും എൻ്റെ ഭർത്താവും കൂടി പോവുകയായിരുന്നു. ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ഹിന്ദിക്കാരാണ്, പല ഭാഷക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ആരാധനയും കാര്യങ്ങളെല്ലാം ഹിന്ദിയിലാണ്. ഞങ്ങൾ ഒരു ബുധനാഴ്ച, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2023 നവംബർ 8 ഞങ്ങൾ കോട്ടേജ് മീറ്റിങ്ങിന് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾ താമസിക്കുന്നിടത്ത് 2-3 കിലോമീറ്റർ അകലെ ഉള്ള ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ എതിരെ ഒരു കാറുകാരൻ വന്ന് ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച്, ആ കാറിൻ്റെ ഇടിയുടെ ആഘാതത്താൽ ഞങ്ങൾ 2 പേരും പൊങ്ങിപ്പോയി, ഒത്തിരി പൊക്കത്തിൽ പോയിട്ട് താഴെ വീണ്. ആ താഴെ വീണ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ആ വലതുകാലിൻ്റെ മുട്ടിന് അവിടെ വെച്ച് അന്നേരം തന്നെ ഒടിഞ്ഞ് അത് കഷണമായിട്ട് മാറിപ്പോയി. ഈ വീഴ്ചയിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ആ വീഴ്ചയിൽ അങ്ങ് ഇരുന്നു പോയി. ഞാൻ ഈ കൈ കുത്തിയിരുന്ന സമയത്ത് എൻ്റെ വലത്തെ കൈക്ക് ഒടിവ്, എൻ്റെ വലത് തുടയല് 2ആയിട്ട് ഒടിഞ്ഞ് മുട്ടിന് താഴെ മാംസം മൊത്തം പറഞ്ഞു പോയി. ഒരു വല്ലാത്തൊരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആൾക്കാരെ, എൻ്റെ ഭർത്താവിനാണെങ്കിൽ പുള്ളി അങ്ങനെ കിടന്ന് ഇങ്ങനെ ഹാന്ന് പറഞ്ഞ് പുള്ളിക്കാരെന്ന്, ഞാൻ ആ ഇരിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, ബോധം ക്ഷയിച്ചില്ല. അതിനാൽ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ബാഗിൽ എൻ്റെ ബൈബിള്, അതുപോലെ മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പോഴത്തേനും ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഞാൻ ആ മൊബൈൽ എടുത്തിട്ട് എൻ്റെ അടുത്തുള്ള ഒരു സഹോദരൻ, ഒരു പയ്യനെ കണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലിങ്ങനെ അവിടെ അറ്റുകിടക്കുന്നത് കണ്ട് പെട്ടെന്ന് ഒരാളോട് പറഞ്ഞു, ഈ മൊബൈലിനകത്തുനിന്ന് ഇന്ന നമ്പർ എടുത്ത് തരാൻ പറഞ്ഞു. അവരാ നമ്പർ എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മോന് ഇന്ന് ഞങ്ങളെ ഒരു സഹോദരിയുണ്ട് ചർച്ചിൽ വരുന്ന, ആ പുള്ളിക്കാരിക്ക് വിളിച്ച് പറയാൻ വന്നു. അങ്ങനെ അവരോട് പറഞ്ഞു ചെറുക്കനെ. പെട്ടെന്ന് അവരും ഓടി വന്ന് നമുക്ക് അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കിടപ്പ് കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ കാല് ഇങ്ങനെ അറ്റി കിടക്കുന്നതായിട്ട് ഞാൻ ആദ്യം കാണുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന്, എൻ്റെ ഒരു കാലിൻ്റെ അവസ്ഥ ഇങ്ങനെ, എൻ്റെ വലത് സൈഡ് മൊത്തം പോയി. അവിടെ നിന്ന് 108 വിളിക്കാൻ അവിടെ നിന്ന് കൂടിയവരെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു 108-ന് വെയിറ്റ് ചെയ്യേണ്ട, ഞങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളെ 2 പേരെയും കൊണ്ടുപോയി.
അന്ന് തന്നെ രാത്രിയിൽ ഏകദേശം വെളുപ്പിന് 2 മണിയായപ്പോഴത്തേന് എൻ്റെ ഭർത്താവിൻ്റെ കാല് അല്പം മേളിൽ വെച്ച് അവർ വീണ്ടും കട്ട് ചെയ്ത്. കാരണം ഈ മുട്ടിൻ്റെ അവിടെ വെച്ചത് നമ്മൾ ഒരു വിറക് കഷ്ണമൊക്കെ എങ്ങനെ വെട്ടി ഒടിക്കുന്നോ അതുപോലെ മുട്ടിൻ്റെ അവിടെ വേർപെട്ട് കിടക്കുകയാണ്. അപ്പം അതെടുത്തോണ്ട് വരാൻ അതിനകത്ത് വീണ്ടും അത് സ്റ്റിച്ച് ചെയ്ത് തുന്നിക്കെട്ടാൻ ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഒരു 6 മണി 5:30 6 ആയി കാണും. അന്നേരം മുതൽ രാത്രി വരെ ആയപ്പം വെയിനൊക്കെ ഒത്തിരി കൊളാപ്സ് ആയിപ്പോയി. അപ്പം എൻ്റെ മോനെ വിളിച്ച് ഡോക്ടർ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇതുപോലെ ഇത് ഇങ്ങനെ തന്നെ ഇനി സ്റ്റിച്ച് ഇട്ടാൽ ഇൻ ഫ്യൂച്ചറിൽ അത് പ്രോബ്ലമായി തീരും, അതുകൊണ്ട് അല്പം മേളിൽ വെച്ച് കട്ട് ചെയ്യണമെന്ന്. അപ്പം പിന്നെ എൻ്റെ രണ്ടാമത്തെ മുൻകൂട്ടത്തിലുണ്ടായിരുന്ന മോനും ഞങ്ങളുടെ സഭയിലുള്ളവരും അതിനെ എഗ്രി ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് മുട്ടിന് മേളിലായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇന്ന് ഒരു കാലേ ഉള്ളു പുള്ളിക്ക്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് എൻ്റെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടും അതിനൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കാലിൻ്റെ വ്രണം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഷുഗറും കൂടെ ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിയുന്നുമില്ല. അപ്പം ഡോക്ടർ വന്ന് എൻ്റെ ഈ മുട്ടിന് താഴെയുള്ളതായ വ്രണത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവർ വന്ന് അവരുടെ കൈയിട്ട് എൻ്റെ മുറിവിനുള്ളിലേക്ക് അവരുടെ കൈയിട്ടാണ് അവരത് ക്ലീൻ ചെയ്യുന്നത്. അത്രയ്ക്ക് വലിയൊരു വ്രണം. കാരണം മജ്ജയും മാംസം മൊത്തം പറഞ്ഞു പോയി. എൻ്റെ മുട്ടിന് താഴെയുള്ളത് മുട്ടിന് മേളിൽ തുടയിൽ 2ആയിട്ട് ഒടിഞ്ഞിരിക്കുന്നു, അവിടെ കമ്പിയിട്ടു. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിലായി. അങ്ങനെ ഏകദേശം ഒരാഴ്ച എൻ്റെ ഭർത്താവ് പിന്നെ ഡിസ്ചാർജായി. ഒരു ശനിയാഴ്ച ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുവന്നു. ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് അത് കഴിഞ്ഞാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും ഡ്രസ്സിങ്ങിന് പോകും. ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഞാനും അദ്ദേഹവും ഞങ്ങൾ 2 പേരും ബെഡ് പേഷ്യൻ്റായി, ബെഡിലായി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെ നടക്കണം. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവിടെ എല്ലാം ഞങ്ങളെ താങ്ങി, ഞങ്ങളോട് കൂടെ ഇരുന്ന്. ഞങ്ങൾ ആക്സിഡൻ്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ അക്കൗണ്ടിൽ, ഇളയ മോൻ ആ കൂട്ടത്തിലുള്ളത്, അവൻ്റെ അക്കൗണ്ടിൽ പൈസയില്ല, എന്ത് ചെയ്യും? അപ്പോൾ അവന് പിന്നെ അതിന് മുമ്പായിട്ട് അവനൊരു യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഇന്ത്യയിൽ നിന്നും ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളതായ ഒരു എല്ലാ യൂത്തുകാരും കൂടെ ചേർന്ന ഒരു മീറ്റിംഗ് ആണ്. അതിനകത്ത് അവന് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിന് അവന് പങ്കുചേരുമായിരുന്നു. അവന് ഇവിടെ നിന്ന് ഞങ്ങളെ കാണാൻ ഓട്ടോയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ആ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവന് മെസ്സേജ് ഇട്ടതുപോലെ പപ്പായും അമ്മയും ആക്സിഡൻ്റായി, കണ്ടീഷൻ ഇങ്ങനെയാണെന്ന്. അവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. സിസ്റ്റർ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഞങ്ങളുടെ ഈ പൈസയില്ലെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊന്നും സംസാരിക്കാനോ നമുക്കൊരു ബോധമൊന്നും ഇല്ലാത്തൊരവസ്ഥ. എന്നാൽ എൻ്റെ കുഞ്ഞ് വളരെ ഭാരപ്പെട്ടു. നമ്മൾ ആ ഭാരപ്പെട്ട സമയത്ത് അത് സ്വർഗത്തിലെ ദൈവം, നമുക്കറിയത്തില്ല എവിടെ നിന്ന് ആരിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട സാമ്പത്തികമായിട്ടുള്ള വഴികളെല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ദൈവത്തോട് ഞാൻ അധികമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തിയതായ വഴികളെ ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്നും ഞങ്ങളുടെ വീട്ടിൽ ആംബുലൻസ് വരും. കാരണം ഞങ്ങളെ 2 പേരെ ഇരുത്തിക്കൊണ്ട് ഓട്ടോയിൽ ഇരുത്താൻ പറ്റത്തില്ല. എന്നെ ഡ്രസ്സിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് ഞാൻ വരും. അങ്ങനെ ഡെയിലി ആംബുലൻസ്. പിന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ കാല് കരിയാതെ ആയപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും എൻ്റെ ഭർത്താവിന് ആ വീഴ്ചയിൽ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടുപ്പല്ല് പൊട്ടിപ്പോയായിരുന്നു. ഇടുപ്പല്ല് പൊട്ടിപ്പോയപ്പോൾ ഈ ഹോസ്പിറ്റലുകാർ ഈ ഇടുപ്പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും മുട്ടിൻ്റെതും കൂടെ ചെയ്താൽ 2 കൂടെ ഒന്നിച്ച് പേഷ്യൻറ്റിന് താങ്ങാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് അവരാദ്യം ആ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇടുപ്പല്ലിങ്ങനെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവിനൊന്ന് അനങ്ങാൻ പോലും വയ്യ. വളരെ വേദന അനുഭവിച്ചു.
ഒത്തിരി വേദനയിൽ കൂടി കടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾ ഒരു പ്രൈവറ്റ്, ഞങ്ങളുടെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. രണ്ടാമത് പിന്നെ ഇവിടെ ഒരു പട്ടേലമ്മാരുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ അവിടുത്തെ ഓർത്തോപീഡിക് ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം നിങ്ങൾ ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഇത് ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കുക എന്ന് പറഞ്ഞു ഇടുപ്പല്ല്. പിന്നെ കുഞ്ഞുങ്ങൾ അപ്പം ഞങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഭുജിൽ ഇതിൻ്റെ ഡോക്ടർമാരിൽ അഹമ്മദാബാദിൽ പോകണമെങ്കിൽ ഇവിടുന്ന് 7 മണിക്കൂർ യാത്ര ചെയ്ത് പോകണം. അത് തന്നെയല്ല, എൻ്റെ അടുത്ത് ആൾ വേണം, ഭർത്താവിൻ്റെ അടുത്ത് ആൾ വേണം. പിന്നെ ഞങ്ങളോട് വേറൊരാൾ പറഞ്ഞു ഇന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഇവിടെ തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് നവംബർ 8 ആദ്യത്തെ ഓപ്പറേഷൻ, ഡിസംബർ 8 അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഡിസംബർ 12 എന്നെ പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളുടെ കഷ്ടതയുടെ, പരിശോധനയുടെ, വേദനകളുടെ ഒരു വലിയ പരമ്പരയായിരുന്നു ഇങ്ങനെ. അവിടെ നിന്നും പിന്നെ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തോളം ഹരിയാന ഇന്നും സത്യം പറഞ്ഞാൽ അത് വർഷം 1 കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, 1.5 മാസമായി ഇന്ന് വരെ ആ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഉള്ളു കരിയാനുണ്ട്. ഞങ്ങളങ്ങനെ എൻ്റെ ഭർത്താവ് പിന്നെ ക്രച്ചസും വോക്കർ ഉപയോഗിക്കുന്നു. എനിക്ക് ഇന്നും എഴുന്നേറ്റ് പഴയതുപോലെ നോർമലായി നടക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ആ സമയത്തെല്ലാം ഞങ്ങളെ നോക്കിയതെല്ലാം മലമൂത്രം എല്ലാം ഞങ്ങളുടെ ബെഡിൽ തന്നെയാണ്. ആ സമയത്തെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ മക്കളുണ്ട്, എൻ്റെ അടുത്ത് എൻ്റെ ഞങ്ങളുടെ വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവരെ ഒരുക്കിയെന്നുള്ളതാണ്. ഒരു സ്വന്തം കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു, അല്ലെ സ്വന്തം മാതാപിതാക്കളെ മക്കളെങ്ങനെ നോക്കുന്നു, അതുപോലെയാണ് ദൈവസ്നേഹത്താൽ അവർ ഞങ്ങളെ താങ്ങിയത്. ഈവൻ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, എൻ്റെ മലമൂത്രം എടുക്കുന്ന ഒരു മടിയും കൂടാതെയായിരുന്നു ഞങ്ങളുടെ സഹോദരിമാർ വന്ന് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി തന്നു. അതിനെല്ലാം സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ആൾക്കാരെ ഒരുക്കി എന്നുള്ളതാണ്. ഞാൻ പല വിഷയങ്ങൾ പറഞ്ഞു, പല പരിശോധനകൾ പറഞ്ഞു വന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി, ദൈവം ഒന്നറിയാതെ ഒന്നും ചെയ്യത്തില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞങ്ങൾ ഈ ആക്സിഡന്റ് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വിശ്വാസികളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം അവരെ ഒരുക്കിയെടുത്തെന്നുള്ളതാണ്. ഒരുപക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈവൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ പോലും ഇതുപോലെ നല്ലൊരു ട്രീറ്റ്മെന്റ്, ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിക്കത്തില്ലായിരുന്നു. എല്ലാം ദൈവത്തിന്റെ കാരണം, ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അതുപോലെ എനിക്ക് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ബോധം വന്ന സമയത്ത് എനിക്ക് ഒരു ചിന്തയായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയിലായിരിക്കും, ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ആ കാല് പോയ ആ ഒരു സാഹചര്യത്തെ കാണുന്നാൽ ഇന്ന് വരെ ദൈവകൃപയാൽ ഒരു പിറുപിറുപ്പും കൂടാതെ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതായ ഒരു ഉറപ്പ്, ആ ഒരു പ്രത്യാശ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ എന്നെ കാണാൻ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കും, എങ്ങനെ ഇതിനെ തരണം ചെയ്തു, എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിലുണ്ട്, നമ്മൾ ദൈവത്തിന്റെ നന്മകൾ കൈക്കൊള്ളുന്നത് പോലെ തിന്മകൾ കൈക്കൊള്ളണം എന്ന് യോബിന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ ആക്സിഡന്റായി അവിടെ കിടന്ന ആ സമയത്തും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു വചനമാണ്, ദൈവത്തിന് നന്മകൾ കൈക്കൊള്ളുന്നത് പോലെ തിന്മകൾ കൈക്കൊള്ളരുതോ എന്നുള്ളതായ ആ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് ആ സമയത്ത് ഓടി വന്നു. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ആ വചനം എന്തിനാണ് എൻ്റെ ഉള്ളിൽ തന്നതെന്ന്. കാരണം പലരും വന്ന് ചോദിക്കുമായിരുന്നു, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. എനിക്ക് അവരോടൊക്കെ പറയാനുണ്ട്. ഞങ്ങളുടെ വിശ്വാസികളൊക്കെയും കടന്നു വന്ന്, പലരും സമുദായക്കാരൊക്കെയും കടന്നു വന്ന് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് വന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് ദൈവത്തോട്. എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ടെന്നുള്ള ആ ഒരു വാക്ക്, ആ ഒരു പദം നമ്മൾ ഉപയോഗിക്കരുത്. അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ ദൈവത്തിന് നന്മകൾ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമ്പോൾ നമ്മൾ എത്ര സന്തോഷത്തോടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുന്നത്, ദൈവം എനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു, വൻ കാര്യങ്ങൾ
ചെയ്തു. അതുപോലെ എന്തുകൊണ്ട് നമ്മൾ തിന്മകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് നന്മയ്ക്ക് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകാം, ദൈവത്തിന് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കാം. അതാണ് എൻ്റെ മറുപടി, അതായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ ഈ മെയ് മാസത്തിൽ, അതിന് 2020 ഈ ആക്സിഡന്റ് കഴിഞ്ഞുള്ള സമയമാണ്. മെയ് 29 എൻ്റെ നടുവിനൊരു വേദന വന്നു. നടുവിനല്ല, വലത്തെ ഏണിനൊരു വേദന വന്നു. ആ വേദന വന്ന് ഞാനത് ചൂട് വെച്ചു, പല ഇതൊക്കെ ചെയ്തിട്ടും മരുന്നെടുത്തിട്ടൊന്നും കുറയുന്നില്ല. അത് കഴിഞ്ഞ് അത് പിന്നെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറായിട്ട് വീണ്ടും എനിക്ക് മരുന്നെടുത്തിട്ടൊന്നും കുറയില്ല. എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു ബുധനാഴ്ച കൊണ്ടുപോയി. ഞായറാഴ്ച വരെ ആയിട്ടും എനിക്കൊരു കുറവുമില്ല. ശരീരമില്ല, നീര് കൊള്ളാൻ തുടങ്ങി, എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഹോസ്പിറ്റൽ ഞങ്ങളോട് അടുത്താണ്, വേറെ റെഫർ ചെയ്തേക്കുന്ന ഹോസ്പിറ്റൽ ഇച്ചിരി ദൂരെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ ഇതാണ് ഞങ്ങൾക്ക് അടുത്തതെന്ന് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. ആ ഡോക്ടർ അതേ തന്നെ പിടിച്ചെന്ന് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഒരു കുറവുമില്ല, അസുഖം കൂടുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ നമുക്കെന്നാ മറ്റേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ റെഫർ ചെയ്ത ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന ഉടനെ അവരെന്നെ ICU കയറ്റി. ദേവദാസി, ഞാൻ പറയട്ടെ, എനിക്ക് 10 ദിവസം എന്നെ ICUലായിരുന്നു. ICUയിൽ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയായിരുന്നു. എനിക്ക് എൻ്റെ ബോധം മറഞ്ഞുപോയി. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് കഴിക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ. എന്നും ട്രീറ്റ്മെൻറ്റാണ്, എന്നും ചെക്കപ്പാണ്, ഓരോ ടെസ്റ്റുകൾ ചെയ്യും. അവസാനം അവർ പറഞ്ഞ് കിഡ്നിക്ക് സ്വെല്ലിംഗ് ആയി, ലിവറിന് സ്വെല്ലിംഗ് ആയി, ഇങ്ങനെ പല രോഗങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഞാൻ പിന്നെ എനിക്ക് ഷുഗറും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാനും പറ്റത്തില്ല. ഷുഗറിൻ്റെ ലെവൽ നോക്കിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് എന്നെ 6-7 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വാടി കൊണ്ടുവന്ന് അന്ന് തന്നെ രാത്രിയിൽ അവർ പറഞ്ഞ് എൻ്റെ പിന്നെ പൾസും ഇതെല്ലാം കുറഞ്ഞെന്നും പറഞ്ഞ് വീണ്ടും എന്നെ ICU കൊണ്ടുപോയി. അവിടെ കിടന്ന് വളരെ വേദനാജനകമായ ചില ദിവസങ്ങളായിരുന്നു അത്. എനിക്കറിയാം, ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോകുന്നു. പെട്ടെന്ന് ഞാൻ പല പ്രെയർ ഗ്രൂപ്പുകളിൽ പറഞ്ഞു. അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ അഹമ്മദാബാദിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ പാസ്റ്റർ തന്നെ ഉള്ളൂ, എൻ്റെ കൂട്ടത്തിൽ വന്ന അവിടെ നമുക്ക് പരിചയമുള്ളവരാരുമില്ല. അങ്ങനെ ദൈവത്തോട് വളരെ ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞാൻ രാവിലെ ഞാൻ പറഞ്ഞ AG ഗ്രൂപ്പിൽ ഞാൻ ആ വിഷയം എൻ്റെ അനിയത്തി പറഞ്ഞു. അങ്ങനെ AG പ്രെയർ ലൈനിൽ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നെ ഡോക്ടർമാർ ആ ഒരു ഡിസിഷൻ അവർ മാറ്റി, അഹമ്മദാബാദിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ICUയിൽ കിടന്ന സമയത്ത് AC-യിലായതുകൊണ്ട് എൻ്റെ ശരീരം എല്ലാം അങ്ങ് തണുത്ത്, എൻ്റെ കാലിൻ്റെ പിന്നെ മൂവ്മെൻ്റ് എല്ലാം കുറഞ്ഞ് വീണ്ടും കാലിന് വേദനയായി. പ്ലാസ്റ്റിക് സർജറി ചെയ്തിടാം, കാലനക്കാൻ വയ്യ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അകത്ത് കിടക്കുന്നില്ല, വെളിയിൽ കിടക്കാമെന്നും പറഞ്ഞ് ഞാൻ വെളിയിൽ കാട്ടിലിട്ട് കിടന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഒരു 2 മണിയായപ്പോൾ എനിക്ക് എൻ്റെ നാവൊക്കെ കുഴയുന്നത് പോലെ തോന്നി. അപ്പം 2 മണിയായപ്പോൾ മക്കളകത്തെ റൂമിൽ കിടക്കുന്നു, ഹോളിൽ പാസ്റ്റർ കിടക്കുന്നു, വെളിയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ രാത്രി വിളിച്ചിട്ട് അവർ ഫാൻ ഫുള്ളയിലിട്ടത് കൊണ്ട് അവർ കേട്ടില്ല. പിറ്റേന്ന് രാവിലെ എൻ്റെ മോനെ ഇവിടെ അടുത്തൊരു സ്കൂളിൽ പോകുന്നുണ്ട്. ആ സ്കൂളിൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി ബൈക്ക് എടുക്കാൻ നേരം നോക്കിയപ്പം ഞാനിങ്ങനെ എൻ്റെ കണ്ണെല്ലാം മേളോട്ട് പോയി, നാക്കൊക്കെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ ഞാൻ കിടക്കുകയാണ്. മമ്മി എന്ന് വിളിച്ചിട്ടൊന്നും എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ബോധം പോയി, ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് അവനെ വിളിച്ച് ഉടനെ അവൻ്റെ പപ്പായും എൻ്റെ മൂത്ത മോനും ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ വന്നപ്പോഴത്തേന് പെട്ടെന്ന് അവന്മാർക്ക് മനസ്സിലായി ഷുഗർ ലോ ആയിരുന്നു. നോക്കിയപ്പോൾ 45-ലായി. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പിന്നെ ഗ്ലൂക്കോസ് എന്തൊക്കെ കലക്കി തന്നു. അങ്ങനെ പല ആക്സിഡൻറ്റിൻ്റെ സമയത്ത്, അത് കഴിഞ്ഞ് ICUയിൽ കിടന്ന സമയത്ത്, ഇവിടെ വന്നു കഴിഞ്ഞ് ഷുഗർ ലോ ആയ സമയത്ത് ഇങ്ങനെ 2-3 പ്രാവശ്യം ദൈവം എന്നെ മരണത്തിൽ തന്നെ വിടുവിച്ച്, ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയല്ലാതെ ഒന്നും പറയുവാനില്ല. ഞങ്ങൾ വന്ന വഴികളെ ഓർക്കുമ്പോൾ പല ശത്രു ഞങ്ങളെ പ്രാണനെ എടുക്കുവാൻ നോക്കി, ശത്രു ഞങ്ങളെ തകർത്ത് കളയുവാൻ നോക്കി. അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം, അവന്റെ ആ സ്നേഹമേറിയ തങ്കച്ചനടിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. അതുപോലെ ഞങ്ങളുടെ മൂത്ത മോന്, 2ാമത്തെ മോന്, ഞാൻ പറഞ്ഞല്ലോ MSc IT കഴിഞ്ഞവന് ഇവിടെ വന്നവന് അവൻ്റെ
ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പം കുഞ്ഞിന് പിന്നെ അവനെന്തായാലും വെളിയിലോട്ട് ജോലിക്ക് പോകാൻ ഞങ്ങളെ ഇട്ടിട്ട് അവന് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായി തീരും, അവനെ ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് പഠിപ്പിച്ചത് എന്നൊക്കെ ഓർത്ത് ഉള്ളിൽ വളരെയധികം വേദനയുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കാത്തലിക് സ്കൂളുണ്ട്, മഠമുണ്ട്. അപ്പം ആ അച്ഛനും സിസ്റ്റർമാരും ഞങ്ങളെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പം ചോദിച്ചു, ഇപ്പം മോനെ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഇവൻ എന്തോ ചെയ്യുവാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ അവൻ ഇന്നത് പഠിച്ചാണെന്ന്. അപ്പം അന്ന് തന്നെ അവർ പറഞ്ഞു അവൻ്റെ റെസ്യൂം ഒന്ന് തരാൻ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ റെസ്യൂം കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സമയത്ത് തന്നെ അവർ പറഞ്ഞു അവനെ സ്കൂളിൽ ജോലിക്ക് വിളിച്ചു. അപ്പം ഡിസംബറിലാണ് അവർ വിളിക്കുന്നത്. ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി ആയിട്ടൊന്നും ഫെബ്രുവരി ആയിട്ടൊന്നും ഞങ്ങൾക്കൊരു കുറവില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇപ്പം എന്തായാലും ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ എന്തായാലും അവൻ്റെ ആവശ്യമുണ്ട്, ജനുവരിയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസി അങ്ങനെ കഴിഞ്ഞ് 2023 ജനുവരി 24 ജനുവരി 3 നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ നഴ്സറി മുതൽ 12th വരെയുള്ള സ്കൂളാണ്. അവിടെ അച്ഛൻ വിളിച്ച് ജോലി കൊടുത്ത് ദൈവകൃപയാൽ ഇന്ന് അവനെ ജോലി ചെയ്യുന്നു, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു, മ്യൂസിക് ടീച്ചർ, അങ്ങനെ അവരുടെ വെബ്സൈറ്റിന്റെ പണി ഇതെല്ലാം അവൻ ചെയ്യുന്നു. നമ്മുടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ മതിലും ഈ കോളനിയുടെ മതിലും സ്കൂളിന്റെ മതിലും ഒറ്റ മതിലാണ്. ഇവിടെ നടന്ന് അങ്ങോട്ട് കയറിയാൽ മതി. അപ്പം ഞാൻ അവനെ പഠിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് അത്യാവശ്യത്തിനുള്ള കാര്യം അവനും ബോറാകത്തില്ല, ഞങ്ങൾക്കും അവനെക്കുറിച്ച് അയ്യോ അവന് ജോലിയില്ലല്ലോ, പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ലാതെ ദൈവം ആ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ച്. അതുപോലെ പാസ്റ്ററുടെ ഞാൻ പറഞ്ഞല്ലോ ഇടുപ്പലിൻ്റെ ഓപ്പറേഷൻ ഏകദേശം 1.25 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ എൻ്റെ പ്ലാസ്റ്റിക് സർജറിക്ക് ഹോസ്പിറ്റലിൽ തന്നെ 53,000 ആയിരുന്നു. ദേവദാസി ഞങ്ങൾ ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അതാത് സമയത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളറിയാത്ത വ്യക്തികളിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തികം എല്ലാം നൽകി തന്നു. ഞങ്ങൾ ഇഷ്ടം പോലെ പൈസ നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിട്ടുണ്ട്. പക്ഷേ 5 പൈസ കടമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തന്നു. ഞാൻ ദൈവത്തിന്റെ വചനത്തിലുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. തീർച്ചയായിട്ടും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി. അതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കാത്ര വേണമെന്ന്. നമ്മളെ ഭാരപ്പെടുത്തുന്നതായ നമുക്ക് ടെൻഷൻ തരുന്നതായ വിഷയങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾക്ക് പല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. മുന്നോട്ടുള്ള ശുശ്രൂഷ എങ്ങനെയായിരിക്കും, കർത്താവ് ഈ സഭ എങ്ങനെയായിരിക്കും എന്ന്. ദേവദാസി ഞങ്ങൾ നവംബർ 8 ഞങ്ങളുടെ ബുധനാഴ്ചയാണ് ഞങ്ങളുടെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ശനിയാഴ്ച വൈകിട്ടായപ്പോൾ ഞാൻ ഒരു വാർഡിൽ കിടക്കുന്നു, വേറെ മെയിൽ വാർഡിൽ പാസ്റ്റർ കിടക്കുന്നു. ശനിയാഴ്ച വൈകിട്ടായപ്പം ഇളയ മോനെ വിളിച്ച് പാസ്റ്റർ പറഞ്ഞു, മോനെ നാളെ ആരാധന നടത്തണമെന്ന്. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി പപ്പ പറയുന്ന നാളെ ആരാധന നടത്തണം. അന്നേരം ഞാൻ ഓർത്ത് എൻ്റെ മനസ്സിൽ ചിന്തിച്ച് എന്തുവാ ഈ പാസ്റ്റർ പറയുന്നത്. പിന്നെ അപ്പം നമ്മുടെ അടുത്ത് വിശ്വാസികൾ ഞങ്ങളെ കാണാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നിൽക്കുന്നവരോടും വരുന്നവരോടും എല്ലാവരും. ദേവദാസൻ പറഞ്ഞു, നാളെ ആരാധനയ്ക്ക് വരണം. എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു സഹോദരൻ, അതുപോലെ ആൻറ്റിയുടെ അടുത്തും ആരെങ്കിലും ഒരു സഹോദരി, ബാക്കി എല്ലാവരും ആരാധനയ്ക്ക് പോകണമെന്ന്. എല്ലാവരും മണ്ടടിച്ചു. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മോനെ പപ്പ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ആ സൺഡേയിൽ സിസ്റ്ററെ ഇവിടെ ആരാധന നടന്നു. ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ അടുത്ത് 2 സഹോദരങ്ങൾ, ബാക്കി എല്ലാവരും ആരാധനയ്ക്ക് വന്നു. ആ സൺഡേയിലും ആരാധന നടത്തുവാൻ ദൈവത്തിൻ്റെ വേല ഒന്നിനും ഒരു കുറവും വരാതെ അന്ന് മുതൽ ഇന്ന് വരെ നടക്കുന്നു. അതുപോലെ എല്ലാ ആഴ്ചയിലും നേരത്തെ മുതലേ ഞങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസം കോട്ടേജ് മീറ്റിംഗ് ഉണ്ട് ഓരോ വിശ്വാസികളുടെ വീട്ടിൽ. ആ മീറ്റിംഗും ഇന്ന് വരെയും മുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് പോകാൻ വയ്യാത്ത സമയത്ത് സഹോദരങ്ങളോട് പറയുവാൻ വിശ്വാസികൾ തന്നെ ഇരുന്ന് ദിവസ കൂട്ടായ്മ നടത്തും. അതുപോലെ സൺഡേയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് എൻ്റെ ഇളയ മോന് അന്ന് മുതൽ ഇന്ന് വരെയും അവന് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. പാസ്റ്റർക്ക് ആദ്യമൊക്കെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ദൈവകൃപയാൽ ഒന്നിൽ പാസ്റ്റർ ആദ്യത്തെ പ്രബോധനം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം, ബാക്കി എല്ലാം മോൻ ചെയ്യുന്നു.
അവന് ആദ്യമൊക്കെ അവനോട് പറയുമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. അന്നേരം അവൻ എന്നോട് പറയുമായിരുന്നു ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാം, പക്ഷെ സഭാചാരം ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഒരു വർഷിപ്പ് ലീഡറായിട്ട് ഞാൻ പോകാമെന്ന്. കാരണം അത് അവരുടെ കുറ്റമല്ല. 2 കുഞ്ഞുങ്ങളും ദാരിദ്ര്യത്തിലൂടെ ഇല്ലായ്മകളും കൊല്ലായ്മകളും മാത്രം കണ്ടുവളർന്ന ഒരു കുഞ്ഞുങ്ങളാണ്. ഈ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ സിസ്റ്ററോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, സിസ്റ്റർ ബോംബെയിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങൾ വന്നെങ്കിലും ദൈവം ഇന്ന് വരെയും ഞങ്ങളെ നിലനിർത്തി. കർത്താവിന് വേലയിൽ ഒരു പ്രാവശ്യം പോലും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെ ഒന്നുമില്ല. ഇന്നും വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞാൻ സ്വന്തം വീട് വാങ്ങിക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിലൊന്ന് ഉറങ്ങിയിട്ട് അന്തി ഉറങ്ങിയാൽ മതിയായിരുന്നു. ഉടനെ എൻ്റെ രണ്ടാമത്തെ മോൻ എന്നോട് പറയും, മമ്മിക്ക് ലജ്ജയില്ലേ ഇങ്ങനെ പറയുവാൻ? ഈ ലോകത്തിലെ വീടിന് വേണ്ടിയാണോ മമ്മി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്നത്? മമ്മി അതൊക്കെ തക്ക സമയമാകുമ്പോൾ ദൈവം തരുമെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക എനർജിയാണ് വരുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കി? ഇത്ര വർഷമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി ഇന്ന് വരെ ഒരു കിടപ്പാടമില്ലല്ലോ എന്ന്. ഞാൻ മോനെ പറ്റി ഞാൻ പുകഴ്ത്തി പറയുമല്ല, ദൈവം അവന് കൊടുത്ത നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കും ലജ്ജ തോന്നും, അയ്യോ ഞാൻ കുഞ്ഞിൻ്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ഞങ്ങൾ ജീവിക്കുന്നു. ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷകരമായിട്ട് ഞങ്ങളെ ദൈവം വഴി നടത്തും. എല്ലാം ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാകുന്നു. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്നതായ പ്രിയ മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എന്ത് കഷ്ടതകൾ നേരിട്ടാലും നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തോട് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നുകൂടാ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ കഷ്ടതയിലും പാടുവെന്ന് ഭക്തൻ പറയുന്നത് പോലെ അക്ഷരികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പ്രായോഗികത്തിൽ വരുത്തുവാൻ നമ്മളെപ്പോഴും ശ്രമിക്കുന്നവരായിരിക്കണം. എന്നെ കാണാൻ വരുന്നവരൊക്കെ ഹിന്ദുക്കൾ പോലും ചിലപ്പം ഇങ്ങനെ വളരെ ദുഃഖത്തോടെ വരും, അതായത് വിഷമിച്ച മുഖവുമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ മുമ്പിൽ ചിരിച്ച മുഖവുമായിട്ട്, എന്തുകൊണ്ടാ എൻ്റെ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കരുത്, അവര് ചോദിക്കരുത് എന്നോട് വന്ന് അല്ലെങ്കിൽ ആൻറ്റി അല്ലെങ്കിൽ ചേച്ചി അല്ലെ അമ്മാമ്മ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അതിനും ഒരു അവസരം ഞാൻ കൊടുക്കത്തില്ല. അതിന് മുമ്പ് ചിരിച്ച മുഖമായിട്ട് ഞങ്ങളെ കാണാൻ ഒരു മെത്തോഡിസ്റ്റ് ഒരു അങ്കിള് വരുമായിരുന്നു ഗാന്ധിധാമിൽ നിന്ന്. ആ അങ്കിള് എന്നെയും പാസ്റ്ററേയും കാണാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയും, സിസ്റ്ററെ എനിക്ക് നിങ്ങളെ കാണാൻ വരുന്നത് വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്. ഞാൻ ആ അങ്കിളിനോട് ചോദിച്ചു, എന്താ അങ്കിളെ? എന്നോട് പറയും, ഞാൻ പലരുടെ അടുത്ത് പോകുന്നുണ്ട്, അവരൊക്കെയും ചെറിയൊരു പനി വരുമ്പോഴേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ആക്സിഡന്റ് വന്നിട്ട് ഇന്ന് വരെ നിങ്ങളെ കരഞ്ഞ മുഖത്തോടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അങ്കിളിനോട് പറയാം, അങ്കിളെ അത് അങ്കിളിനെ പോലെയുള്ള അനേകരുടെ പ്രാർത്ഥനയാണ് അങ്കിളെന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ മഹിമയോ നമ്മുടെ പുകഴ്ചയോ ഒന്നുമല്ല, അതൊക്കെ സഹിക്കാൻ ദൈവം നമുക്ക് ഒരു കൃപ തന്നു, ദൈവകൃപ. ഇതിൻ്റെ എല്ലാം മൂലകാരണം ദൈവകൃപയാണ്. ദൈവകൃപയില്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ മധ്യത്തിൽ പിടിച്ചു നിൽപ്പാൻ കഴിയയില്ല. കഷ്ടത വന്നു, അത് സത്യമാണ്. എന്നാൽ കഷ്ടതയോടുകൂടെ പരീക്ഷയോടുകൂടെ നമ്മുടെ ദൈവം നീക്കുപോക്കം തരുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചെറുപ്രായത്തിൽ പഠിച്ച വചനങ്ങളൊക്കെ ഈ ദിനങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങളെ നിലനിർത്തുന്നു. അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. അതുപോലെ ഞങ്ങളുടെ അവനെ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പം കർത്താവിൻ്റെ വേലയിൽ അവനെ ദൈവം മുന്നോട്ട് ഉപയോഗിക്കണം. പണ്ടത്തെ ദേവദാസന്മാരെയൊക്കെ ഓർക്കുമ്പോൾ അവരാരും ബൈബിൾ കോളേജിൽ ഒന്നും പഠിച്ച് ഡിഗ്രി എടുത്തിട്ടൊന്നുമില്ല. സമർപ്പണമായിരുന്നു. ആത്മീയ സമർപ്പണത്തിന് മുൻപിൽ കർത്താവിൻ്റെ വേലയിൽ ശോഭിച്ച അനേക ദേവദാസന്മാരെ കാണുവാൻ കഴിയും. അതുപോലെ ഈ കുഞ്ഞിന് അവന് ജോലി ചെയ്യുന്നു. ആ ജോലിയോടുകൂടെ അവനോട് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പ്രത്യേക കൃപകൾ തന്ന് കൃപാവരങ്ങൾ കൊടുത്ത് ദൈവം അവനെ ഉപയോഗിക്കണം. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും,
എന്ത് വന്നാലും അതിനെ നേരിടുവാനുള്ളതായ ദൈവകൃപ, ദൈവിക ശക്തി തരണേ എന്ന് കർത്താവിൻ്റെ വരവരെയും കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണം. ഇന്നും ബോക്കറയിലാണ് ഞാൻ നടക്കുന്നത്. എന്നാലും ദൈവം നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്നൊക്കെ അടുക്കളയിലേക്ക് ജോലി ചെയ്യുവാനൊക്കെ ദൈവം സഹായിക്കുന്നു. ഒത്തിരി സമയം ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെയും വോക്കറില്ലാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നാൽ 3-4 മാസം ഒരേ കിടപ്പായിരുന്നു. എല്ലാം മലമൂത്രം എല്ലാം ബെഡേല. ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഇത്രത്തോളം ഞങ്ങൾക്ക് വിടുതൽ തന്നു. എനിക്ക് വിടുതൽ തന്നു. പാസ്റ്ററിന്റെ കാല് പോയെങ്കിൽ പാസ്റ്റർക്ക് വേദനയോ മറ്റോ ഇല്ല, പക്ഷെ എനിക്ക് എൻ്റെ നടുവിനും എൻ്റെ മുട്ടിനൊക്കെ ഇന്ന് നല്ല വേദനയുണ്ട്. എങ്കിലും ഞാൻ ഭാരപ്പെടുന്നില്ല, പ്രയാസപ്പെടുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അത് കർത്താവിന് നിറവേറട്ടെ. ദൈവഹിതത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ എനിക്ക് ഒരേ കാര്യം മാത്രമാണ് പറയാനുള്ളത്. കഷ്ടതയുടെ നടുവിൽ നമ്മൾ ഒരിക്കലും പിറുപിറുപ്പ് കൂടാതെ വണ്ണം കർത്താവിനെ സന്തോഷമുള്ളവരായി സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എൻ്റെ സാക്ഷ്യം കേട്ട, എൻ്റെ അനുഭവത്തിൽ കൂടി പോയ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മടുത്തു പോകരുത്. കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. എപ്പോഴും ദൈവം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ആ കർത്താവിൽ പ്രത്യാശയുള്ളവരായി എല്ലാവരും വിശ്വാസത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇത്രയും നേരം എന്നെ ശ്രേവിച്ചതായ എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഒരു പ്രാവശ്യം കൂടി ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ പ്രിയ ദൈവദാസിയോട് ഈ ചാനലിനോടും ഒരു പ്രാവശ്യം കൂടി എൻ്റെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം കേട്ടിട്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപയുടെ ആഴം ദൈവദാസി അതെടുത്ത് പറയുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ, അത് നമ്മളെ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കുന്നതെന്ന് നമുക്ക് വാക്കുകളിലൂടെ വർണ്ണിപ്പാൻ കഴിയത്തില്ല. ദൈവദാസിയുടെയും ദൈവദാസൻ്റെയും കഷ്ടത്തിൻ്റെ ആ നടുവിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആഴത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ദൈവദാസി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും തകർന്നു പോകാറുണ്ട്, നാം ദുഃഖിച്ച് പോകാറുണ്ട്, ദൈവത്തോട് പെറുപെറുത്ത് പോകാറുണ്ട്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം, ഇത്രയും വലിയ കഷ്ടത ജീവിതത്തിൽ കടന്നു വന്ന് സ്വന്തമായി ഇപ്പം നടക്കാൻ കഴിയാത്തൊരനുഭവമാണ് ദൈവദാസനും ദൈവദാസിക്കും ഒരുമിച്ച് ഒരുപോലെ രണ്ടുപേർക്കും. പക്ഷേ എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കത്തില്ല എന്നുള്ള ആ ഒരു സമർപ്പണം, വാസ്തവത്തിൽ സത്യം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും ദൈവ മനുഷ്യനെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതായ അതൊരു ഈ സാക്ഷ്യത്തിലൂടെ ഗ്രഹിപ്പാൻ കഴിഞ്ഞു. ദൈവദാസിയെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തെ, കർത്താവിൻ്റെ ആ ഒരു പ്ലാനിങ്ങിനെ ജീവിതത്തിൽ വാസ്തവമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുശവൻ്റെ കയ്യിലെ കളിമണ്ണെന്നൊക്കെ. എന്നാൽ ഒരു വാക്കിൽ അത് പറയും, നമ്മളങ്ങനെ പറയും, പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കുശവൻ ഒരു കളിമണ്ണെടുത്തത് കുഴച്ച് പരുവമാക്കുമ്പോൾ അത് അതിൻ്റെ ആ അവസ്ഥകളിലൂടെ കടന്നു പോവുക, പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമേറിയ ഒരു അനുഭവമാണ്. ദൈവദാസിനെയൊക്കെ കർത്താവ് അങ്ങനെ എടുത്ത് കുഴച്ച് ഒരു പരുവമാക്കുമ്പോഴും ദൈവസന്നിധി ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന വാക്കുകൾ എനിക്ക് വളരെയധികം ധൈര്യവും പ്രത്യാശയും നൽകി തരുവാനിടയായി തീർന്നു. കേൾവിക്കാരുടെയൊക്കെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലായി തീരട്ടെ, വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരുവാനിടയായി തീരട്ടെ. ദൈവദാസി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് ഒരു വലിയൊരു ഉപയോഗമായി കഷ്ടതയുടെ നടുവിൽ കർത്താവ് ദൈവദാസിയും കുടുംബത്തെയും ബലപ്പെടുത്തട്ടെ. അയ്യോവ് എൻ്റെ ജീവിതാനുഭവം പോലെ, ഹല്ലേലൂയ, ഞാൻ ദേഹസഹിതനായി എൻ്റെ കർത്താവിനെ കാണും. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാൽ ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്നുള്ള ആ വാക്കുകൾ പോലെ, ഹല്ലേലൂയ, ദൈവദാസിയുടെ കഷ്ടത്തിൽ കർത്താവിനോടുള്ള ആ പ്രത്യാശ വർദ്ധിക്കുവാനും ദൈവം ഇടയാക്കി തീർത്തല്ലോ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ,
ഈ വൈകാറായ വേളയ്ക്കായി നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവമേ, അല്പസമയം ഹല്ലേലൂയ ദൈവസന്നിധിയിലിരുന്ന കർത്താവെ, ദൈവം ചെയ്തതായ നന്മകളെ, ഉപകാരങ്ങളെ ഓർക്കുവാൻ തക്കവണ്ണം, പറയുവാൻ തക്കവണ്ണം കർത്താവ് അവിടെ അടിയനെ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. സ്തോത്രം. ദൈവമേ, അടിയന്റെ ഹല്ലേലൂയ ഈ സാക്ഷ്യം കേട്ട് ഹല്ലേലൂയ ദൈവമേ, പ്രശ്നങ്ങളിൽ കൂടി, രോഗങ്ങളിൽ കൂടി, കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നു വ്യക്തി ജീവിതങ്ങൾക്ക് അത് ഹല്ലേലൂയ അത് ആത്മീയ ഉത്തേജനം നൽകുവാൻ, ആത്മീയ ധൈര്യം പകർന്നതായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാണ് കർത്താവെ. സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ ആരും കർത്താവിനെ ത്യജിച്ചു പറയുവാൻ ദൈവമേ നീ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അതുപോലെ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ, പ്രിയ ദൈവദാസിയെയും ഹല്ലേലൂയ കുടുംബത്തെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകരുടെ ഹല്ലേലൂയ അനുഭവ സാക്ഷ്യങ്ങളെ കർത്താവെ ചാനലിൽ കൂടി, ജോയ്സ് TV ചാനലിൽ കൂടി ഹല്ലേലൂയ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായ കർത്താവെ, പ്രിയ ദേവദാസിയും കുടുംബത്തെ നീ അവിടുന്ന് ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വേലയിൽ അവർ ഹല്ലേലൂയ അധികമായി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ എന്റെ കർത്താവ് ചെയ്യുന്നതായ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ നിന്ന് സഹായിച്ചാട്ടെ കർത്താവെ. സ്തോത്രം. അവിടുത്തെ വരവിനായിട്ട് അടിയങ്ങളെ ഒരുക്കണം, പ്രത്യാശ നിറയ്ക്കണം. സകലതും ഞങ്ങൾക്കായി ജീവനെ നൽകിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ വീക്ഷിക്കുന്ന കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ, 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 ആമേൻ. ഓക്കെ ദേവദാസി, താങ്ക് യു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.